issues reflect the failure of the left front. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. In Delhi, their partner Narendra Modi is playing havoc. ഇന്ന് ഡൽഹിയിൽ നരേന്ദ്രമോദി ഇവിടെ പങ്കാളിയായ നരേന്ദ്രമോദി ഇതേ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. He is fully controlled by Donald Trump. അദ്ദേഹം പരിപൂർണമായി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിലാണ്. If Donald Trump says jump, Narendra Modi jumps up. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് ചാടാൻ പറഞ്ഞാൽ അദ്ദേഹം ചാടുന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത്. If he says lie down, Narendra Modi lies down. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് കിടക്കാൻ പറഞ്ഞാൽ അദ്ദേഹം കിടക്കും. And if he says go to Israel, Narendra Modi flies to Israel. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് ഇസ്രായേലിലേക്ക് പോകാൻ പറഞ്ഞാൽ ഉടനെ അദ്ദേഹം ഇസ്രായേലിലേക്ക് പറക്കും. And the best part is, the most humiliating part, the most insulting part is that Narendra Modi calls Donald Trump sir. അതിന്റെ ഏറ്റവും അപഹാസ്യമായ, ഏറ്റവും അധികം നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന അതിന്റെ ഭാഗം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിക്കുന്നത് സാർ എന്നാണ്. He thinks he's back in the British times. അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നാണ്. He has forgotten that India is an independent nation. അദ്ദേഹം ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് മറന്നിരിക്കുന്നു. And our Prime Minister should never call anybody sir. നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും ഒരാളെയും സർ എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല. The Prime Minister is not supposed to do the job of Donald Trump. He's supposed to do the job of the people of Kerala and the people of India. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് പറയുന്ന ജോലിയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. The same way Donald Trump controls Narendra Modi, Narendra Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി. For more such videos, subscribe to the NewsX YouTube channel, hit the bell icon.